ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ ഇസ്ഹാഖ്, ഇസ്മായിൽ. ഇസ്ഹാഖിൽ നിന്നാണ് യാക്കൂബ്, യാക്കൂബിൽ നിന്നാണ് ബനു ഇസ്രായേൽ. യാക്കൂബ് നബിക്ക് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലാണ് വന്നത്. ഈ സൈഡിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പിന്നെ അവിടുന്ന് പ്രവാചകന്മാരില്ല അറബികളിലേക്ക്. പിന്നെ പ്രവാചകനായിട്ട് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാന്റെ റസൂല് മക്കയിലേക്ക് വരുമ്പോ ഖുർആൻ അല്ലാഹ് പറഞ്ഞതുപോലെ ആ മക്കയിൽ എന്തില്ല, മുൻപ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് മുൻപ് താക്കീത് നൽകപ്പെടാത്ത ഒരു വിഭാഗത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അഥവാ വേദഗ്രന്ഥം നൽകപ്പെടാത്ത ആൾക്കാർ. നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയെ നരകത്തിൽ ഞാൻ കണ്ടു. യസുറു ഖുസ്ബഹു ഫിന്നാർ, അവന്റെ കുടൽമാലകള് നരകത്തിൽ ഇങ്ങനെ പുറത്തേക്കിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. അവൻ ചെയ്ത തെറ്റെന്താണ്? ഹുവ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ ദീൻ ആദ്യമായി വികലമാക്കിയത് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ചരിത്രം ആദ്യം മുതൽ കൊണ്ടുവരണം, അപ്പൊ ബോധ്യപ്പെടും. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് സ്വർഗത്തിലായിരുന്നു, താമസം സ്വർഗത്തിലായിരുന്നു. പിന്നീട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് ധിക്കാരം കാണിച്ചപ്പോ ഭൂമിയിലേക്ക് അയച്ചു ആദം ദമ്പതികൾ, ആദം ഹവ്വ ദമ്പതിമാര്. അന്ന് ആദം നബി അലൈഹിസ്സലാം തൗഹീദിലാണ്, ഇസ്ലാമിലാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന് പിന്നെ അതെന്താ പറയുന്നത്, ആദം ആ ആൺ പെൺ ബന്ധത്തിലൂടെ അള്ളാഹു മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് മനുഷ്യർ പെറ്റുപെരുകിയ ഭൂമിയിൽ. ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളാണ്. 20 പ്രസവത്തിൽ 40 മക്കൾ.